ആർട്ടിഫിഷ്യൽ കോൺട്രാസെപ്ഷൻ മെത്തഡ്സ് അഥവാ കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ. ഈ ക്ലാസ്സിൽ ഗർഭനിരോധന മാർഗങ്ങൾക്കായി ഉപയോഗിക്കുന്ന കൃത്രിമ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രായോഗിക വശങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ മെത്തേഡിൽ പ്രധാനമായും വരുന്നത് ബാരിയർ മെത്തേഡ്, ഹോർമോണൽ മെത്തേഡ്സ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നിവയാണ്. അതിൽ തന്നെ ബാരിയർ മെത്തേഡിൽ ഉപയോഗിക്കുന്നത് കോണ്ടംസ്, സെർവിക്കൽ ക്യാപ്പ്, ഡയഫ്രം, വജൈനൽ സ്പോഞ്ച് എന്നിവയാണ്. ഇത് ഓരോന്നും എന്താണെന്ന് പരിശോധിക്കാം. ആദ്യത്തത് കോണ്ടംസ്. കോണ്ടംസ് എന്ന് പറയുന്നത് ലാറ്റക്സ് റബ്ബർ ഷീറ്റ്സ് that prevent the entry of semen into the vagina. It also protects sexually transmitted diseases. റബ്ബർ കൊണ്ട് നിർമ്മിച്ച സെമൻ്റെ എൻട്രി വജൈനയിലേക്ക് പ്രിവെൻറ്റ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് ഉള്ള ഡിസീസിൻ്റെ ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും കോണ്ടത്തിന് പ്രധാന പങ്കുണ്ട്. ഫീമെയിൽ കോണ്ടംസ് ഉണ്ട്. ഫീമെയിൽ കോണ്ടംസ് ഈസ് പൗച്ച് മെയ്ഡ് ഓഫ് പോളിയൂറത്തൈൻ വിച്ച് ലൈൻസ് ദ വജൈന. വജൈനയെ ലൈൻസ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന പോളിയൂറത്തൈൻ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഫീമെയിൽ കോണ്ടംസ്. ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട്സ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. മെയിൽ കോണ്ടംസിനെ പോലെ തന്നെ ഫീമെയിൽ കോണ്ടംസും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസിൻ്റെ പ്രിവെൻഷന് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഡയഫ്രം. It is a rubber plastic cup that is fitted on the cervix in the female vagina that prevents the entry of sperm through cervix. സെർവിക്സിലൂടെയുള്ള സ്പേമിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രത്തോടൊപ്പം സ്പെർമിസൈഡൽ ജെല്ലി, ഫോം ഓർ ക്രീം ഷുഡ് ബി അപ്ലൈഡ് ടു ദ റിം ആൻഡ് ഇൻസൈഡ് ദ കപ്പ് മോർ ഇഫക്റ്റീവ്. ഈ ഡയഫ്രത്തിൻ്റെ എഡ്ജിലായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടും സ്പെർമിസൈഡൽ ജെല്ലി, അതായത് സ്പെർമിസൈഡൽ ജെല്ലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പേമിനെ കൊല്ലുന്ന പദാർത്ഥങ്ങളെയാണ് സ്പെർമിസൈഡൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സ്പെർമിസൈഡൽ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോം, ക്രീം തുടങ്ങിയവയുടെ രൂപത്തിൽ സ്പെർമിസൈഡൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുകൂടി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പ്രഗ്നൻസി ഡയഫ്രം കൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തത് വജൈനൽ സ്പോഞ്ച്. ഇറ്റ് ഈസ് എ സ്മോൾ അബ്സോർബൻറ്റ് പീസ് ഓഫ് ഫോം ഈസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് സ്പെർമിസൈഡ് ഫിറ്റഡ് ഓവർ ദ എൻഡ് ഓഫ് സർവിക്സ്. സർവിക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ്, അതായത് സ്പോഞ്ച് പോലിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് വജൈനൽ സ്പോഞ്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്പെർമിസൈഡ്, സ്പേമിനെ കൊല്ലാനായിട്ടുള്ള കെമിക്കൽസ് ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫോർ 24 hours. 24 മണിക്കൂർ മാത്രമേ ഇത്തരം വജൈനൽ സ്പോഞ്ച് എഫക്റ്റീവായിട്ട് നിലനിൽക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് കെമിക്കൽ മീൻസ് ആണ്. ഇത് മൂന്നെണ്ണം നമ്മൾ പറഞ്ഞത് മെക്കാനിക്കലായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച പദാർത്ഥങ്ങളെക്കുറിച്ചാണ്. Foam tablets, jellies, paste and creams with the spermicides introduced before intercourse will kill the sperms. ഇന്റർകോഴ്സിന് മുൻപ് ഉപയോഗിക്കേണ്ടുന്ന പദാർത്ഥങ്ങളാണ് കെമിക്കൽ മീൻസിൽ വരുന്നത്. പ്രധാനമായിട്ടും ഫോം ടാബ്ലറ്റ്സ്, ഫോമിൻ്റെ കൂടെ അല്ലെങ്കിൽ സർവിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫോമിൻ്റെ കൂടെ വെക്കുന്ന ടാബ്ലറ്റുകൾ, ജെല്ലീസ്, പേസ്റ്റ്, ക്രീം തുടങ്ങിയവ. ഇവയിലെല്ലാം തന്നെ സ്പെർമിസൈഡ് ഉണ്ടായിരിക്കും. ദ സ്പെർമിസൈഡ് സച്ച് ആസ് ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ബോറിക് ആസിഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സിങ്ക് സൾഫേറ്റ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സ്പെർമിസൈഡുകൾ ഒന്നുകിൽ ലാക്റ്റിക് ആസിഡോ, സിട്രിക് ആസിഡോ, ബോറിക് ആസിഡോ, പൊട്ടാസ്യം പെർമാംഗനേറ്റോ, സിങ്ക് സൾഫേറ്റോ പോലെ ഉള്ളവയാണ്. ആദ്യത്തത് ഫോം ടാബ്ലറ്റ്സ്. ദേ ആർ വജൈനൽ ടാബ്ലറ്റ്സ് contain spermicide agent nonoxynol 9 that kills the sperms. വജനയിൽ ഇൻസേർട്ട് ചെയ്യുന്ന ടാബ്ലറ്റ് ആണ്
ഫോം ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഫോമിൻ്റെ കൂടെ ഇൻസേർട്ട് ചെയ്യുന്ന ടാബ്ലറ്റാണ് ഫോം ടാബ്ലറ്റ്സ്. അതിനകത്ത് സ്പെർമിസൈഡ് ഉണ്ടായിരിക്കും. നോനോക്സിനോൾ 9 എന്ന സ്പെർമിസൈഡാണ് ഫോം ടാബ്ലറ്റിൽ ഉപയോഗിക്കുന്ന സ്പെർമിസൈഡ്. രണ്ടാമത്തത് ക്രീംസ് ആൻഡ് ജെല്ലീസ്. കെമിക്കൽ ഏജൻറ്റ്സ് കണ്ടെയ്ൻ നോനോക്സിനോൾ 9 സ്പെർമിസൈഡ്. ഇതും വജനയിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോമിൻ്റെ കൂടെ ഫില്ല് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഈ ജെല്ലിക്കും ക്രീമിനകത്ത് നോനോക്സിനോൾ 9 എന്ന സ്പെർമിസൈഡ് അടങ്ങിയിട്ടുണ്ടാകും. ഇൻ കോമ്പിനേഷൻ വിത്ത് എ കോണ്ടം ഓർ ഡയഫ്രം, ക്രീം ആൻഡ് ജെല്ലീസ് ആർ ഹൈലി ഇഫക്റ്റീവ്. കോണ്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഡയഫ്രത്തിനോടൊപ്പോ ഇത്തരം ക്രീമും ജെല്ലീസും ടാബ്ലറ്റും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ കോൺട്രാസെപ്ഷൻ മെത്തേഡ് കൂടുതൽ എഫക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തത് രണ്ടാമത്തെ ആർട്ടിഫിഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രാ യൂറട്രൈൻ ഡിവൈസുകളാണ്. അതിനെ നമ്മൾ IUDS എന്നാണ് ചുരുക്കപ്പേരിൽ പറയുന്നത്, ഇൻട്രാ യൂറട്രൈൻ ഡിവൈസസ്. ഇറ്റ് ഈസ് സ്മോൾ പ്ലാസ്റ്റിക് ഓർ മെറ്റൽ ഒബ്ജക്റ്റ് ഇൻസേർട്ടഡ് ഇൻ ടു ദ യൂട്ടറസ് ബൈ എ ഫിസിഷ്യൻ ഓർ പ്രിവെൻറ്റ് പ്രഗ്നൻസി. ഒരു ഫിസിഷ്യൻ്റെ സഹായത്താൽ യൂട്രസിനകത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, കടത്തി വെക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ പോലെയുള്ള പദാർത്ഥങ്ങളാണ്, പ്ലാസ്റ്റിക്കോ നോൺ പ്ലാസ്റ്റിക്കോ ആയിട്ടുള്ള മെറ്റീരിയലുകൾ അടങ്ങുന്നതാണ് ഇൻട്രാ യൂറട്രൈൻ ഡിവൈസുകൾ എന്ന് പറയുന്നത്. ക്ലാസിഫൈഡ് ഇൻറ്റു മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കേറ്റഡ്. മെഡിക്കലായിട്ടും നോൺ മെഡിക്കലായിട്ടും രണ്ടായിട്ട് ഇത്തരം IUDSനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് കോപ്പർ ടീ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് എ കോപ്പർ മെറ്റീരിയൽ ഈസ് റാപ്ഡ് അറൗണ്ട് ദ സ്റ്റെം ഓഫ് ദ ഡിവൈസ്. ഇത് പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ മെറ്റീരിയലിൻ്റെ മധ്യഭാഗത്തായിട്ട് കോപ്പർ മെറ്റീരിയൽ ചെമ്പ് കൊണ്ട് ചുറ്റിയിട്ടുണ്ടായിരിക്കും. ദ കോപ്പർ ക്യാൻ ഡിസോൾവ് സ്ലോലി ദാറ്റ് കിൽ ദ സ്പേം എൻ്റർ ഇൻ ടു ദ യൂട്ടറസ്. ഇങ്ങനെ യൂട്ടറസിനകത്തേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്ന കോപ്പർ ടീ എന്ന കോൺട്രാസെപ്റ്റീവ് സ്പേമിനെ കൊല്ലുവാൻ സഹായിക്കുന്നത്, യൂട്രസിനകത്തേക്ക് കടന്നു വരുന്ന സ്പേമിനെ കൊല്ലുന്നു. ഈ സ്പേമിനെ കൊല്ലാൻ സഹായിക്കുന്നത് ഈ കോപ്പർ മെറ്റീരിയലാണ്. അതായത് പ്ലാസ്റ്റിക് മെറ്റീരിയലുമായിട്ട് ചുറ്റിയിരിക്കുന്ന, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഈ കോപ്പർ മെറ്റീരിയലാണ് സ്പേമിൻ്റെ എൻട്രിയെ അല്ലെങ്കിൽ സ്പേമിനകത്ത് ഇതിനകത്തേക്ക് കിടക്കുന്ന, യൂട്രസിനകത്തേക്ക് കിടക്കുന്ന സ്പേമിനെ കൊല്ലുന്നത്. ഇറ്റ് മേ ബി റീപ്ലേസ്ഡ് ഓവർ 3 to 5 years. ഓരോ 3 മുതൽ 5 വർഷം കഴിയുമ്പോഴേക്കും ആ ഒരു ഫിസിഷ്യൻ്റെ സഹായത്താൽ റീപ്ലേസ് ചെയ്യേണ്ടുന്ന ഒരു കോൺട്രാസെപ്റ്റീവാണ് കോപ്പർ ടീ എന്ന് പറയുന്നത്. ദ സ്മോളർ ഇൻ സൈസ്, ഇൻസെർഷൻ ഈസ് ലെസ് പെയിൻഫുൾ ആൻഡ് കമ്പയർഡ് ടു അതർ UIDs മോർ ഇഫക്റ്റീവ്. മറ്റ് കോൺട്രാസെപ്റ്റീവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്, വേദന കുറവായിട്ട് അല്ലെങ്കിൽ വളരെ വേദന ഒന്നുമില്ലാതെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോപ്പർ ടീ. മറ്റ് UIDsമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു കോൺട്രാസെപ്റ്റീവാണ് കോപ്പർ ടീ എന്ന് പറയുന്നത്. അടുത്തത് ഹോർമോണൽ മെത്തേഡ്സ്. പ്രധാനമായിട്ടും ഹോർമോണൽ മെത്തേഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഓവുലേഷൻ നടത്താനായിട്ട് സഹായിക്കുന്ന ഹോർമോണുകളുടെ, അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഒവേറിയൻ ഫോളിക്കിൽ നിന്നും ഓവം ഉൽപ്പാദിപ്പിച്ച് അത് യൂട്രസിനകത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓവുമാണ് പിന്നീട് സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് ഒരു കുഞ്ഞായിട്ട് അല്ലെങ്കിൽ ഒരു ബേബിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷന് ഇടയാക്കുന്ന, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് വേണ്ടുന്ന ഓവത്തിൻ്റെ ഉൽപാദനം തന്നെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ നിർത്തുകയോ ചെയ്യുന്ന മെത്തേഡാണ് ഹോർമോണൽ മെത്തേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആദ്യത്തേത് ബർത്ത് കൺട്രോൾ പിൽസ്, ഗുളികകളാണ്. ഓറൽ കോൺട്രാസെപ്റ്റീവാണ്, നമ്മൾ കഴിക്കുന്നതാണ്. കണ്ടെയ്ൻസ് സിന്തറ്റിക് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സെക്ഷൽ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് രൂപമാണ് ഇത്തരം ബർത്ത് കൺട്രോൾ പിൽസ് എന്ന് പറയുന്നത്. ദേ ആർ കാൾഡ് കമ്പൈൻ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. അതിനെ കമ്പൈൻ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഫെമിലിയർ ആയിട്ടുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് മാല N, മാല D എന്നിവയാണ്. ദീസ് ഹോർമോൺസ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് ല്യൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ
ആക്ടിങ് ഓൺ പിറ്റ്യൂട്ടറി ആൻഡ് ഹൈപ്പോതലാമസ്. നമ്മുടെ തലച്ചോറിൻ്റെ ഹൈപ്പോതലാമസിലും പിറ്റ്യൂട്ടറിയിലും പ്രവർത്തിച്ച് ഫോളിക്കിളിൽ നിന്നും, അതായത് ഓവേറിയൻ ഫോളിക്കിളിൽ നിന്നും ഓവം റിലീസ് ചെയ്യാൻ, അതായത് മെച്യൂറായി പുറത്തേക്ക് വരാൻ സഹായിക്കുന്ന ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുകയാണ് ഇത്തരം മാല എൻ പോലെയുള്ള കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ പീൽസുകൾ ചെയ്യുന്നത്. ദ ലാക്ക് ഓഫ് ദീസ് ഹോർമോൺ ഇൻഹിബിറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ഓവം ആൻഡ് ഓവുലേഷൻ. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും അഭാവം ഓവുലേഷൻ പ്രവർത്തനത്തെ ബാധിക്കുകയും ഓവുലേഷൻ നടക്കാതെ വരികയും അങ്ങനെ പ്രഗ്നൻസി ഒഴിവായി കിട്ടുകയും ചെയ്യുന്നു. These pills must be taken through the menstrual period, otherwise luteinizing and follicle stimulating hormone produced and ovulation starts. ഇത് മെൻസ്ട്രൽ പീരീഡിലാണ് കഴിക്കേണ്ടുന്നത്. മെൻസ്ട്രൽ പീരീഡിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, മെൻസ്ട്രൽ പീരീഡ് തുടങ്ങി അതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും ഉൽപ്പാദനം നടക്കുകയും അവിടെ ഓവുലേഷൻ സാധ്യമാവുകയും ചെയ്യും. Contraceptive pills have side effects such as nausea, breast tenderness, weight pain, weight gain, and breakthrough bleeding, high blood pressure, and cardiovascular problems. എല്ലാ പിൽസിനെയും പോലെ അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനെയും പോലെ ഇതിനും സൈഡ് എഫക്റ്റുകളുണ്ട്. നോസിയ, ബ്രസ്റ്റ് ടെൻഡർനെസ്, വെയിറ്റ് ഗെയിൻ, ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ്, ഹൈ BP, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഇത്തരം പിൽസുകൾ ഉപയോഗിക്കുന്നത് മൂലം അല്ലെങ്കിൽ ഗുളികകൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു ഗുളികയാണ് മിനി പിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓറൽ കോൺട്രാസെപ്റ്റീവ് കണ്ടെയ്ൻസ് ഹോർമോൺ പ്രൊജസ്ട്രോൺ, ഹാവ് ലെസ് സൈഡ് എഫക്ട്സ് ഫോർ അബൌട്ട് 36 ഇയർ വുമൺ. 36 വയസ്സിന് ശേഷം അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുളികയാണ് മിനി പിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്, നമ്മൾ കഴിക്കുന്നതാണ്. അതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ സാന്നിധ്യം ഓവുലേഷനെ പ്രിവെന്റ് ചെയ്യും. മോർണിംഗ് ആഫ്റ്റർ പിൽ, അതുപോലെ മറ്റൊരു ഗുളികയാണ് മോർണിംഗ് ആഫ്റ്റർ പിൽ എന്ന് പറയുന്നത്. It is intended to be taken after a woman has had unprotected sexual intercourse. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കോണ്ടമോ മറ്റ് കോൺട്രാസെപ്റ്റീവോ ഉപയോഗിക്കാതെയുള്ള സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം, നടന്നതിന് ശേഷം നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടുന്ന ഒരു ഗുളികയാണ് മോർണിംഗ് ആഫ്റ്റർ പിൽ എന്ന് പറയുന്നത്. ദിസ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ എ വുമൺ forgot to take her oral contraceptive pill or a condom, has failed to protect by women who did not take any resuscitations to prevent pregnancy. സൂചിപ്പിച്ചതുപോലെ നേരത്തെയുള്ള അല്ലെങ്കിൽ തൊട്ട് മുൻപുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിൽ എടുക്കേണ്ടുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒന്നും എടുക്കാതെ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന ഒരു വുമൺ പ്രഗ്നൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടുന്ന ഗുളികയാണെങ്കിൽ ഉപയോഗിക്കേണ്ടുന്ന പില്ലാണ് മോർണിംഗ് ആഫ്റ്റർ പിൽ എന്ന് പറയുന്നത്. അടുത്തത് ഹോർമോണൽ ഇംപ്ലാന്റ്. ഇംപ്ലാന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ കടത്തി വെക്കുക എന്നുള്ളതാണ്. ഹോർമോണൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്യുക, ഇല്ലാത്ത ഒരു ഹോർമോൺ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഇൻസെർഷൻ ഓഫ് matchstick size capsules containing a potent form of progesterone under the skin of a woman's arm. ഒരു സ്ത്രീയുടെ കയ്യിൽ മാച്ച്സ്റ്റിക്, അതായത് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയുടെ വലുപ്പത്തിലുള്ള ഹോർമോൺ അടങ്ങിയ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ അടങ്ങിയ ക്യാപ്സ്യൂളുകൾ സർജിക്കലായിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹോർമോണൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ട്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഓവുലേഷൻ പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുകയും അങ്ങനെ ഓവുലേഷൻ നടക്കാതെ വരികയും പ്രഗ്നൻസിയിൽ നിന്നും ഒരു സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് ഇംപ്ലാന്റ് പ്രിവെൻസ് പ്രഗ്നൻസി അപ് ടു 5 years. 5 വർഷം വരെ ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി ഒഴിവായി
നിൽക്കാൻ ഹോർമോണൽ ഇംപ്ലാന്റ് സഹായിക്കുന്നുണ്ട്. അടുത്തത് കോൺട്രാസെപ്റ്റീവ് പാച്ചാണ്. അതായത് പാച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒട്ടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒട്ടിച്ച് വെൽക്കാൻ സാധിക്കുന്ന സ്റ്റിക്കർ പോലെയുള്ള ഒന്നാണ് പാച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് എ ഹോർമോണൽ കോൺട്രാസെപ്ഷൻ അപ്ലൈഡ് ഓൺ ദ സ്കിൻ ഓഫ് എ വുമൺ ടു സ്റ്റോപ്പ് പ്രഗ്നൻസി. ഒരു സ്ത്രീയുടെ തൊലിപ്പുറത്ത് ഒട്ടിച്ചു വെക്കുന്ന പാച്ചുകളാണ്, ഹോർമോണൽ ഇംപ്ലാന്റുകളാണ്, ഹോർമോൺ അടങ്ങിയ പാച്ചുകളാണ് കോൺട്രാസെപ്റ്റീവ് പാച്ച് എന്ന് പറയുന്നത്. The patch release synthetic hormones estrogen and progesterone that prevent pregnancy. ഒരു മെൻസ്ട്രൽ പീരീഡിന് തൊട്ട് മുൻപ് ഇത്തരം പാച്ചുകൾ വെക്കുന്നതോടുകൂടി പ്രഗ്നൻസി ഒഴിവായി കിട്ടും. ഈ പാച്ചുകളിൽ സിന്തറ്റിക് ഹോർമോണുകളായ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ടാകും. ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും സാന്നിധ്യം ഓവുലേഷൻ പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുകയും അങ്ങനെ പ്രഗ്നൻസി ഒഴിവായി കിട്ടുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ആർട്ടിഫിഷ്യൽ കോൺട്രാസെപ്റ്റീവ് ബർത്ത് കൺട്രോൾ എന്ന ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.